ചെറുപുഴ വ്യാപാരോത്സവത്തിന്റെ പ്രതിമാസ നറുക്കെടുപ്പും ജനുവരി മാസത്തെ നറുക്കെടുപ്പ് വിജയികൾക്കുള്ള സമ്മാന വിതരണവും ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസറായി തെരഞ്ഞെടുക്കപ്പെട്ട വയക്കര വില്ലേജ് ഓഫീസർ കെ ഹരികൃഷ്ണന് അനുമോദനവും ചെറുപുഴ വ്യാപാര ഭവനിൽ നടന്നു. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. ചെറുപുഴ വ്യാപാരോത്സവത്തിന്റെ പ്രതിമാസ നറുക്കെടുപ്പും ജനുവരി മാസത്തെ നറുക്കെടുപ്പ് വിജയികൾക്കുള്ള സമ്മാന വിതരണവും ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസറായി തെരഞ്ഞെടുക്കപ്പെട്ട വയക്കര വില്ലേജ് ഓഫീസർ കെ ഹരികൃഷ്ണന് അനുമോദനവും ചെറുപുഴ വ്യാപാര ഭവനിൽ നടന്നു. ചെറുപുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. അത് നല്ലൊരു തീരുമാനമാണ്. നമ്മുടെ എപ്പോഴെന്തെങ്കിലുമൊക്കെ പ്രതീക്ഷകൾ അവർക്കും ഉണ്ടാകും. ആ പ്രതീക്ഷകൾ സമ്മാന രൂപത്തിൽ കിട്ടുമ്പോൾ സമ്മാനം എത്ര ചെറുതാണെങ്കിലും അത് നമ്മളെ സന്തോഷിപ്പിക്കും. അത് കിട്ടുന്ന ഗുണഭോക്താക്കൾക്ക് വീണ്ടും വീണ്ടും ചെറുപുഴയിലേക്ക് വരുന്നതിനും വ്യാപാര ഇടപാടുകൾ നടത്തുന്നതിനും ഒക്കെയുള്ള ഒരു പ്രോത്സാഹനമായി ഞങ്ങൾ അതിനെ കണക്കാക്കുന്നു. ആ വില്ലേജ് ഓഫീസറായി ഇവിടെ സുദീർഘമായ രീതിയിൽ സേവനം ചെയ്യുന്ന ശ്രീ ഹരികൃഷ്ണനോട് അദ്ദേഹത്തിന്റെ സേവനം നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുകയും അവർ അവാർഡിനായി പരിഗണിച്ചപ്പോൾ സർക്കാരിന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് അദ്ദേഹം അതിന് യോഗ്യനാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തെ അവാർഡ് തിരഞ്ഞെടുത്തു. നമ്മൾ ഇവിടുത്തെ ജനങ്ങൾക്ക് ആ അവാർഡ് പ്രഖ്യാപനം കേട്ടപ്പോൾ നമ്മൾ ഓരോരുത്തരും മനസ്സിൽ വിചാരിച്ചതും ചിന്തിച്ചതും അദ്ദേഹം തികച്ചും അതിന് അർഹനാണ് എന്നത് തന്നെയാണ്. കാരണം നമ്മൾ വിവിധ ആവശ്യങ്ങൾക്കായി വില്ലേജ് ഓഫീസറെ നേരിട്ട് പോകുന്നില്ലെങ്കിൽ പോലും അക്ഷയ വഴിയാണ് അപേക്ഷകൾ കൊടുക്കുന്നതെങ്കിലും അതിനുള്ള തീരുമാനങ്ങളും അതിനുള്ള നടപടികളും ഒക്കെ സമയബന്ധിതമായി പൂർത്തിയാക്കപ്പെടുമ്പോൾ അത് എന്തായാലും വില്ലേജ് ഓഫീസറുടെ ഒരു കാര്യക്ഷമതയാണ് നമുക്ക് ഓരോരുത്തർക്കും ഇതിനോടൊന്നും തന്നെ മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ സർവീസ് കാലം അതിലും മികച്ച വിജയങ്ങൾ എത്തുന്നതിനും വീണ്ടും വീണ്ടും കൂടുതൽ അവാർഡുകൾ നേടുന്നതിനും ജനങ്ങൾക്ക് കാര്യക്ഷമമായ സേവനങ്ങൾ നൽകുന്നതിനും ഒക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. യൂണിറ്റ് പ്രസിഡന്റ് ജെ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. ഈ രണ്ട് കാര്യങ്ങൾക്കിടയിലും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളതും ഏറ്റവും കൂടുതൽ മാതൃകാപരമായി അംഗീകരിക്കപ്പെടുന്നതുമായ ഒരു ചടങ്ങ് കൂടി ഈ യോഗത്തിൽ നടക്കുകയാണ്. നൂറുകണക്കിന് വില്ലേജ് ഓഫീസറുകൾ നമ്മുടെ നാട്ടിൽ മനോഹരമായ ഒരു കെട്ടിടം ചെറുപുഴ ബസ് സ്റ്റാൻഡിന് സമീപം പണിതീർത്ത് ഏതാനും നാളുകളെ ആയിട്ടുള്ളതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. അവിടെ പ്രവർത്തിച്ചു വരുന്ന ആ വില്ലേജ് ഓഫീസിന്റെ പഴയ ഭാഷയിൽ പറഞ്ഞ അധികാരി എന്ന് വിളിക്കപ്പെടുന്ന വില്ലേജ് ഓഫീസർ ഈ സംസ്ഥാനത്തെ മികച്ച വില്ലേജ് ഓഫീസർമാരിൽ ഒരാളായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ ഗവൺമെന്റ് ജനങ്ങളും അംഗീകരിക്കുക എന്ന് പറയുന്നത് മറ്റേതൊരു പൊതുപ്രവർത്തനം കിട്ടുന്നതിനേക്കാൾ കൂടിയൊരു അംഗീകാരമാണ്. ചെറുപുഴ മേഖലാ പ്രസിഡന്റ് റോയി ജോസ് വില്ലേജ് ഓഫീസർ കെ ഹരികൃഷ്ണന് ഉപഹാരം നൽകി അനുമോദിച്ചു. അതുകൊണ്ട് മെമ്പർമാരോ മറ്റാരോ വിളിക്കേണ്ടതിൽ വരാറില്ല. കഴിയുന്നത് സർട്ടിഫിക്കറ്റുകൾ ഒരു ദിവസം 100 സർട്ടിഫിക്കറ്റുകൾ വരും. പ്രൊഫഷനായാലും മറ്റ് കൈവശ വരുമാനമായാലും മറ്റ് ജാതി സർട്ടിഫിക്കറ്റുകളായ എല്ലാ സർട്ടിഫിക്കറ്റും വരും. ഇപ്പം അടുത്ത 3 ദിവസങ്ങളിൽ കുറച്ച് പെൻഡിങ് അത് 300 സർട്ടിഫിക്കറ്റ്. ഇപ്പം മാർഗദീപ സ്കോളർഷിപ്പ് ഉണ്ട്, വരുമാനം അത് വളരെ പെൻഡിങ്ങിലാണ്. 2 ദിവസം മിനിയാത്തതിൽ കൊടുത്തു കഴിഞ്ഞു. അത് മാത്രമേ ഉള്ളൂ. ബാക്കി സർട്ടിഫിക്കറ്റുകളും കറക്റ്റ് കൊടുക്കേണ്ട ആരും വയ്ക്കേണ്ടി വരുന്നില്ല. അർഹതപ്പെട്ട എല്ലാവർക്കും നമുക്ക് സംതൃപ്തിപ്പെടുത്താൻ പറ്റിയില്ല. 180 പേരും സംതൃപ്തിപ്പെടുത്തിക്കുവാനേ പറ്റില്ല. കാരണം ചിലർക്ക് അർഹത ഇല്ലാതെ കൊടുക്കാൻ പറ്റില്ല. വിവാഹം അവിവാഹിതനായ ആത്മക്കളുണ്ടെങ്കിൽ പെൻഷൻ കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ 60 വയസ്സ് കഴിഞ്ഞാൽ 1 ലക്ഷം വരുമാനം വരും. അവിവാഹിതനായ ആത്മക്കളുണ്ടെങ്കിൽ അവരെ വരുമാനം കുടുംബത്തിന് എൻക്വയറിയിൽ നടത്തി കൊടുക്കാറുള്ളൂ. സർട്ടിഫിക്കറ്റ് ഓൺലൈൻ ഗവൺമെന്റ് പരിശോധിച്ചത് ഓൺലൈൻ സർട്ടിഫിക്കറ്റുകൾ കറക്റ്റ് സമയബന്ധിതമായി കൊടുത്തിട്ടുണ്ടോ എന്ന് അത് കൊടുത്തിട്ടുണ്ട്. കൂടാതെ സർക്കാർ സാമ്പത്തികമായിട്ടും വളരെ കഷ്ടത്തിൽ അനുഭവിക്കുന്ന സമയമാണ്. അന്നേരം കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കെട്ടിട നികുതി ആയാലും ലക്ഷറി ടാക്സ് ആയാലും മറ്റു ഗവൺമെന്റ് കിട്ടേണ്ട റവന്യൂ റിക്കവറി ആയാലും റവന്യൂ റിക്കവറി എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ പോയിട്ട് ആ വീട് ജപ്തി ചെയ്തിട്ട് ഗവൺമെന്റിലേക്ക് പൈസ എടുക്കലാണ്. പഞ്ചായത്ത് അംഗം രേഷ്മ വി രാജു, ATV രാജേഷ്, ജോൺസൺ സി പടിഞ്ഞാത്ത്, മുഹമ്മദ് കുഞ്ഞി, ജിൻഡോ ജോയ്, ബിന്ദു ജേക്കബ് എന്നിവർ പ്രസംഗിച്ചു. നമുക്ക് എല്ലാവർക്കും അറിയാം,
ചെറുപുഴയിലെ വില്ലേജ് ഓഫീസിൽ പോയിട്ടുള്ളവർക്കെല്ലാം അറിയാം. അദ്ദേഹവുമായിട്ട് ഒരു തവണയെങ്കിലും സംസാരിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എങ്ങനെ ആയിരിക്കണം എന്ന് നമ്മളെ കാണിച്ചു തന്ന നമ്മുടെ ചെറുപുഴയിലെ വില്ലേജ് ഓഫീസർ. അദ്ദേഹത്തിന് അനുമോദനം നൽകുന്ന ചടങ്ങ് കൂടിയാണ് ഇവിടെ നടക്കുന്നത്. ബാങ്കുകാർ കൊടുക്കുന്ന തോന്നുന്നു ബാങ്കുകളുടെ നല്ല ഇടപാടുണ്ടാകും പറയുമ്പോഴൊക്കെ അതുകൊണ്ടായിരിക്കാം സ്കെയും ബറോഡയും ഒക്കെ കൊടുക്കുന്നത്. നമുക്കൊക്കെ എവിടെ സന്തോഷമാണ് ഇങ്ങനെ ഒരു വലിയൊരു ടി വി കിട്ടുക എന്ന് പറഞ്ഞാൽ സാധാരണ വീടുകളൊക്കെ പമ്പറുള്ള സമ്മാനങ്ങളിവിടെ മാസത്തോട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നോക്കിയാൽ 40,000 സമ്മാനമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബമ്പറും ഏതായാലും സഭാസ് നേതൃത്വത്തിലുള്ള കമ്മിറ്റി അത് വളരെ കലക്കി മറിക്കുമ്പോൾ ഞങ്ങൾ പറയുക ജില്ലാ പ്രസിഡന്റ് സൂചിപ്പിച്ചു കഴിഞ്ഞു. അതൊക്കെ ഞങ്ങൾക്കെല്ലാം പ്രതീക്ഷയുള്ള ഒരു നേതാവായ സഭാസ് നേതൃത്വത്തിലുള്ള ഈ പരിപാടിക്ക് തിരുവനന്തപുരത്തിലൂടെ ഇനിയും ചെറുപുഴ വയക്കര വില്ലേജ് ഓഫീസർ ശ്രീ ഹരികൃഷ്ണൻ സാറിന് സംസ്ഥാനത്തെ മികച്ച വില്ലേജ് ഓഫീസർ എന്നുള്ള അവാർഡ് കിട്ടി. അതിന് നമ്മൾ അദ്ദേഹത്തെ ആദരിച്ചു. തീർച്ചയായും ചെറുപുഴക്കാരൻ നമ്മുടെ നാട്ടുകാരൻ ആയ നമ്മുടെ നാട്ടിലുള്ള ഒരു സ്ഥാപനത്തിലെ അംഗത്തിന് ഈ ഒരു അവാർഡ് കിട്ടിയത് നമ്മുടെ ചെറുപുഴ എന്ന നമ്മുടെ പട്ടണത്തിന് കിട്ടിയ അവാർഡായിട്ട് നമ്മൾ കണക്കുകൂട്ടുന്നു. അദ്ദേഹത്തിന്റെ കരിയറിലും അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിലും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. 20 വർഷത്തെ സേവനത്തിന് മികച്ച സേവനത്തിന് ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള ഈ അംഗീകാരത്തിൽ നമ്മളെല്ലാവരും പങ്കുചേരുകയാണ്. ഇനിയുള്ള അദ്ദേഹത്തിന്റെ സർവീസിലുള്ള 8 വർഷക്കാലം അദ്ദേഹം ഇനിയും ഉയരങ്ങളിലെത്തുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നടന്ന 2 പരിപാടികൾക്കും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജനുവരി മാസത്തെ നറുക്കെടുപ്പിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. ഫെബ്രുവരി മാസത്തെ നറുക്കെടുപ്പ് സമ്മാനകരായ നമ്പറുകൾ പ്രഖ്യാപിച്ചു. പ്രതിമാസ നറുക്കെടുപ്പ് യോഗത്തിൽ പങ്കെടുത്തവരുടെ പേരുകൾ നറുക്കിട്ടതിൽ ഗിഫ്റ്റ് ഹൗസ് തമ്പാൻ വിജയിയായി. അതിന്റെ ഒറ്റ അക്കം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നറുക്കെടുക്കുന്നു. ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.